सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहि तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। साधकर्ക്കും പ്രണാമം. നമോ നാരായണ. अथ शुक्लयजुर्वेदीय बृहदारण्यक उपनिषत् काण्वशाः प्रथमकाण्डं मधुकाण्डं द्वितीय अध्यायं ब्रह्मविद्याप्रकरणं प्रथमब्राह्मणम् अजातशत्रुब्राह्मणं मन्त्रं 20 മന്ത്രം ഒരുമിച്ച് ചൊല്ലാം. അവസാനത്തെ മന്ത്രം നമോ നാരായണ. നമുക്ക് ചൊല്ലാം 20ാമത്തെ മന്ത്രം. അല്ലല്ല, അമ്മ പറഞ്ഞല്ലോ, ഒരാൾ ചോദ്യം ചോദിച്ചു, അപ്പം തന്നെ ചോദ്യം വന്നു, അതുകൊണ്ടാണ്. സന്തോഷം, അത്രയും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എല്ലാവരും. സഹ യഥോർലാവിഹി തന്തുനാം ഉച്ചരേത് യഥാ അഗ്നേഃ ശുദ്രാ വിസ്ഫുലിംഗാഃ വ്യുച്ഛരന്തി ഏവമേവ അസ്മാദ് ആത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വ്യുച്ഛരന്തി തസ്യ ഉപനിഷത് സത്യസ്യ സത്യം ഇതി പ്രാണാ വൈ സത്യം തേഷാമേഷഃ സത്യം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മൾ കണ്ടിരുന്നു, എങ്കിലും ഇന്നലെ ചർച്ച ചെയ്ത കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധിക്കുന്നവർ ഈ മന്ത്രം മുഴുവനായും കാണാണ്ട് പഠിക്കുക. പ്രധാനത്തിൽ കുറച്ചേ കാണാണ്ട് പഠിക്കാനുള്ളൂ, കുറച്ചൊക്കെ ഉള്ളൂ. ഇനി സർവം ഖലുവിധം ബ്രഹ്മ എന്നുള്ള ഫേമസ് ആയിട്ടുള്ള മന്ത്രം വരുന്നുണ്ട്. അതിനുശേഷം മൈത്രേയി ബ്രാഹ്മണത്തിൽ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ഇത്യാദി വളരെ ചുരുക്കം മന്ത്രങ്ങളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് സാധിക്കുന്നവർ കാണാണ്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും. നമ്മൾ അജാതശത്രു, ഗാർഗ്യൻ ഇത്യാദി സംവാദങ്ങൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സത്യസ്യ സത്യം പ്രാണാവൈ സത്യം തേഷാം ഏഷഃ സത്യം, അല്ലേ? അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഇന്നലെ സത്യം എന്ന വാക്കിൻ്റെ
വ്യാഖ്യാനം കണ്ടിരുന്നു. ആദ്യം തന്നെ കണ്ടിരുന്നു സത്യം എന്നാൽ എന്തായിരുന്നു? ത്രികാല അബാധിതം ഇതി സത്യം. 3 കാലത്തും നശിക്കാത്തതായി എന്തുണ്ടോ അതിനെയാണ് സത്യമെന്ന് ശാസ്ത്രം വിളിക്കുന്നതെന്ന് പറഞ്ഞു. 3 കാലത്തും നശിക്കാത്തത് പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്നും കണ്ടു. അവിടെ നമ്മൾ അനേകം ഉദ്ധരണികൾ കണ്ടു. ഭാഗവതം കണ്ടു അല്ലേ? ഭാഗവതം നമ്പർ എഴുതിക്കോളൂ. 111 ഒന്നാമത്തെ മംഗളാചരണത്തിലുണ്ട് അല്ലേ? അതാരും പറഞ്ഞില്ല, എല്ലാവർക്കും അറിയാം. അറിയാവുന്നവർ ഒരുമിച്ച് ചൊല്ലുക. ജന്മാദ്യസ്യ യഥോന്നയാധിതരതച്ച അർദ്ധേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃധാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹഃ സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. 1:1 ഭാഗവത മഹാപുരാണം മൂലമാണ് കേട്ടോ. അടുത്തത് ഇന്നലെ പറഞ്ഞിരുന്നു ദശമസ്കന്ധത്തിൽ 10:2:26 10.2.26. അടുത്തത് നമ്മൾ മുണ്ടകോപനിഷത്തിൽ കണ്ട്. എന്തിനാണ് ഈ ഉദ്ധരണികൾ തരുന്നത്? അത് മനസ്സിൽ നിന്നും പോകരുത്, അതിനു വേണ്ടിയാണ്. മുണ്ടകോപനിഷത്ത് എഴുതിക്കോളൂ. 3:1:5 മുണ്ടകോപനിഷത്ത് 3.1.5 മുണ്ടകോപനിഷത്ത് 3.1.5. അത് തന്നെ മുണ്ടകൻ തന്നെ 3.1.6 3.1.6 3.1.5 3.1.6 3.1.5 3.1.6 സത്യേന ലഭ്യാ തപസാ ഹേഷാത്മ. അതിനുശേഷം സത്യമേവ ജയതേ എന്നുള്ള മന്ത്രം. ഈ സത്യമേവ ജയതേ എന്നുള്ളത് വളരെ ഫേമസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. സത്യം മാത്രമേ എക്കാലവും ജയിക്കൂ എന്നുള്ള വ്യവഹാരാർത്ഥമല്ല നമ്മളവിടെ പഠിച്ചത് അല്ലേ? സത്യം എന്നാൽ അവിടെ പരമാത്മാവിനെ ആയിരുന്നു വിളിച്ചത്. അത് എന്നും ജയിക്കും. അവിടെ ജയം എന്നാൽ ത്രികാല അബാധിതം എന്നാണ്, നാശരഹിതം എന്നായിരുന്നു അവിടെ ജയം എന്ന വാക്കിൻ്റെ അർത്ഥം. സത്യമേവ ജയതേ എന്ന് വെച്ചാൽ എന്താ? നശിക്കാത്ത ബ്രഹ്മനെ സത്യം എന്ന് വിളിക്കുന്നു എന്നായിരുന്നു അല്ലേ? 3.1.5 3.1.6. അടുത്തത് തൈത്തിരീയ ഉപനിഷത്ത് 1.19 തൈത്തിരീയ ഉപനിഷത്ത് 1.19 1.19 തൈത്തിരീയ ഉപനിഷത്ത്. അടുത്തത് തൈത്തിരീയ ഉപനിഷത്ത് തന്നെ 2.1 2.1 തൈത്തിരീയ ഉപനിഷത്ത് 2.1. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഇതേ അനുവാദമാണെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ അന്ന് തൈത്തിരീയം പഠിച്ചപ്പോൾ എല്ലാവരും ഒരേ അനുവാദം ആക്കാൻ പറഞ്ഞിരുന്നു. കാരണം ഈ റെഫറൻസിന് വേണ്ടിയാണ്. പിന്നീട് നോക്കുമ്പോൾ നമുക്ക് എളുപ്പമാകാൻ വേണ്ടിയായിരുന്നു. 1.19 എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ചതാണ്. വേദമനുചാചാര്യ അന്തേവാസിന മനുഷ്യാഷി സത്യം വധ ധർമ്മം ജര ഇത്യാദികളിൽ അവിടെ സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം വ്യവഹാര സത്യം, പാരമാർത്ഥിക സത്യമൊക്കെ അവിടെ കണ്ടിരുന്നു. അതാണ് 1.19. പിന്നെ 2.1 തൈത്തിരീയ ഉപനിഷത്ത് 2-ാം അധ്യായം 1-ാമത്തെ അനുവാദം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അല്ലേ? ബ്രഹ്മൻ്റെ പര്യായങ്ങൾ സത്യം ജ്ഞാനം അനന്തം ഇത്യാദികൾ. ഈ അടുത്തത് എഴുതിക്കോളൂ. നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിലും എപ്പോഴെങ്കിലും പഠിക്കാൻ സാധിച്ചാൽ ഉപകാരപ്പെടും. മഹാനാരായണ ഉപനിഷത്ത് 4-ാം പ്രശ്നം 4. ഓരോ പ്രശ്നങ്ങളായിട്ടാണ് കേട്ടോ. അധ്യായത്തിനിവിടെ പ്രശ്നം എന്നാണ് പറയുന്നത്. 4th പ്രശ്നം അനുവാദം 11 4.11 മഹാനാരായണ ഉപനിഷത്ത് 4.11. അവിടെ എഴുതിക്കോളൂ. ആ അനുവാദത്തിൻ്റെ പേരും കൂടി എഴുതിക്കോളൂ. തപപ്രശംസ എന്നാണ്. തപപ്രശംസ മഹാനാരായണ ഉപനിഷത്ത്
തപപ്രശംസ 4.11. ഹൃതം തപഃ, സത്യം തപഃ, ശ്രുതം തപഃ, ശാന്തം തപഃ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഒരുപാട് ഉണ്ട് അത് പഠിക്കാൻ. ഭഗവാൻ അവസരം തരട്ടെ. മഹാനാരായണ ഉപനിഷത്ത്. അടുത്തത് ചാന്തോഗ്യ ഉപനിഷത്ത്. ചാന്തോഗ്യം 6.8 മുതൽ 16 വരെ. 6.8 മുതൽ 16 വരെ. മഹാനാരായണ ഉപനിഷത്ത് കൃഷ്ണ യജുർവേദമാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി, ക്ഷമിക്കുക. മഹാനാരായണം കൃഷ്ണ യജുർവേദമാണ്. അടുത്തത് ചാന്തോഗ്യ ഉപനിഷത്ത് അറിയാം, സാമവേദം. 6.8 to 16. ചാന്തോഗ്യ ഉപനിഷത്ത് ഇന്നലെ ആരും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ അത് തന്നെയായിരുന്നു ഇന്നലെ എൻ്റെ മനസ്സിൽ. ആരും പറഞ്ഞില്ല. നമ്മൾ 10 മാസം എടുത്ത് ചാന്തോഗ്യം പഠിക്കാൻ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 10 മാസം പഠിച്ചു. എന്നിട്ട് പ്രസവിച്ചതല്ല ഇങ്ങനെയുള്ള പിള്ളകളായി പോയത്. 10 മാസം കൊണ്ട് എന്തായിരുന്നു നമ്മൾ 6ാമത്തെ അധ്യായത്തിൽ പഠിച്ചതെന്ന്? ശ്വേതകേതു വിദ്യ. 6ാം അധ്യായം തത്വമസി. എല്ലാവരും മറന്നു. അത് മറക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. തത്വമസി എന്ന മഹാവാക്യം നമ്മൾ 8ാം അനുവാകം മുതൽ 16ാം അനുവാകം വരെ. ചാന്തോഗ്യ ഉപനിഷത്ത് 8 to 16. 6th ചാപ്റ്റർ അഷ്ടമഖണ്ഡം മുതൽ ഷോഡശഖണ്ഡം വരെ, 16 വരെ അല്ലേ? ഇന്നലെ പറഞ്ഞിരുന്നു മേഡം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഐതദാത്മ്യമിദം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതു. എഴുതുക കേട്ടോ എല്ലാവരും. എഴുതി വെച്ചിട്ട് കാര്യമില്ല, തത്വമസി പഠിക്കണം. 6ാം അധ്യായം കേട്ടോ. സയേഷോ അണിമ ഐത്യദാത്മ്യമിദം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതു. ആരും മറക്കരുത്. എല്ലാവരോടും എൻ്റെ അഭ്യർത്ഥനയാണ്, തത്വമസി മറക്കരുത്. കാരണം നമ്മൾ 10 മാസം എടുത്ത് പഠിക്കാൻ ചാന്തോഗ്യം. എന്നിട്ട് അത് മറന്നു പോവാന്ന് പറഞ്ഞാൽ വിഷമമുണ്ട്. തത് സത്യം സാത്വ തത്വമസി ശ്വേതകേതു. അടുത്തത് കേനോപനിഷത്ത്. ചാന്തോഗ്യം കഴിഞ്ഞ് അടുത്തത് കേനോപനിഷത്ത്. കേനോപനിഷത്ത് എന്താണ്? കേനോപനിഷത്ത് 2.5. കേനോപനിഷത്ത് ദ്വിതീയ ഖണ്ഡം 5ാമത്തെ മന്ത്രം. ഇഹ ചേദവേദി അധ സത്യമസ്തി ന ചേദിഹ വേദി മഹതി വിനഷ്ടി. ആ മന്ത്രം ഇത്രയേ ഉണ്ട്. അപ്പോൾ ഇതെന്തിനു വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞത്? സത്യം എന്ന വാക്ക് എല്ലാ വേദങ്ങളിലും പരാമർശിക്കുന്നു. സത്യം എന്നത് പരമാത്മാവിൻ്റെ പര്യായമാകുന്നു. ആ സത്യമാണ് അല്ലയോ ഗാർഗ്യ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇത് രഹസ്യമാണ്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും നിന്നോട് പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപനിഷത്ത് അവസാനിപ്പിച്ചു. അങ്ങനെ ഇനി അവർ മനസ്സിൽ വരണം, അജാതശത്രുവും ഗാർഗ്യനും തമ്മിലുള്ള സംവാദം എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന്. ഭഗവത്പാദർ തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഉദാഹരണങ്ങളുണ്ടല്ലോ, ഇത് കുറച്ച് സൂക്ഷ്മമാണ്, ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കാൻ പോവുകയാണ്. പുസ്തകത്തിലില്ലാത്തതാണ്, പക്ഷെ ഭാഷ്യത്തിലുള്ളതാണ്. അത് എന്തെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉദാഹരണം കണ്ടില്ലേ? യഥോർണനാഭി തന്തുന. നല്ല പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഇരിക്കുക. യഥോർണനാഭി തന്തുന എന്നുള്ള ഉദാഹരണം, പിന്നെ വിസ്ഫുലിംഗ എന്നുള്ള ഉദാഹരണം. ഇത് രണ്ടും കണ്ട് മറ്റു പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കേശലോമാനി ഇത്യാദികൾ. പിന്നെ വൃക്ഷമുണ്ടാകുന്നത് അല്ല, ആ ബീജാങ്കുരത്തിൽ നിന്നും വലിയ വടവൃക്ഷം ഉണ്ടാകുന്ന ഉദാഹരണങ്ങൾ, ഈ പല പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഇവിടെയാണെങ്കിൽ ആ ചിലന്തിയിൽ നിന്നും ചിലന്തി തൻ്റെ നൂല് നെയ്യുന്ന അതിൻ്റെ വലയുണ്ടാക്കുന്നത് കാര്യം പറഞ്ഞു. ഈ ഉദാഹരണങ്ങളൊക്കെ
നമ്മൾ കണ്ടു. ഇതിനെ ശാസ്ത്രം വിളിക്കുന്ന ഒരു പേരുകൂടി ഉണ്ട്. വേണ്ടവർ മാത്രം എഴുതുക. ഇനി അത്ര എന്താ പറയുക, ഇവിടെ അജാതശത്രുവും ഗാർഗ്യനും ഒന്നും ഈ കാര്യം പറയുന്നില്ല. അവർ ഉദാഹരണം പറഞ്ഞ് അങ്ങ് പോവുകയാണ്. പക്ഷെ നമ്മുടെ മനനത്തിന് വേണ്ടി, വേണ്ടവർക്ക് വേണ്ടി പറയുകയാണ്. വിവർത്തവാദം എന്ന് പറയുന്നതിന്, നിങ്ങൾ ബാലകൃഷ്ണ സാറിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഇത് കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണ് വിവർത്തവാദം. നമ്മൾ അദ്വൈത സിദ്ധാന്തികളെ വിവർത്തവാദികളെന്നാണ് വിളിക്കാറ് പോലും. പുതിയൊരു വാക്കാണ്, എഴുതിക്കോളൂ. വിവർത്തവാദം. വിവർത്തം, നമ്മൾ വിവർത്തനം ചെയ്യുക എന്നൊക്കെ എഴുതാറില്ലേ, അതേ അക്ഷരം തന്നെ. വിവർത്തവാദം. അതായത് ഉദാഹരണത്തിലൂടെ പറയാം, അപ്പോൾ എളുപ്പമാകും. ചിലന്തി തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ വല നെയ്യുവാനുള്ള പശ, അല്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ വിസ്ഫുലിംഗങ്ങളില്ലേ, ആ തീയുടെ ചെറിയ രൂപം മാത്രമാണ്. ആ തീയിൽ നിന്നും അന്യമല്ല ഈ ചെറിയ ചെറിയ തീനാളങ്ങൾ. ആ തീ തന്നെയാണ്. ആ അഗ്നിഗോളം, വലിയൊരു അഗ്നിഗോളം നമ്മൾ കത്തിച്ചിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും ചെറിയ ചെറിയ തീനാളങ്ങൾ, സ്പാർക്ക് വരുന്നത് അഗ്നി തന്നെയാണ്. അതിൻ്റെ അഗ്നിയുടെ ചെറിയൊരു രൂപമാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് പരമാത്മാവിൻ്റെ വിവിധ രൂപങ്ങളാണ് മനുഷ്യനായിട്ടും മൃഗമായിട്ടും പക്ഷി മൃഗാദികളൊക്കെ ആയിട്ടുള്ളത്. പരമാത്മാവിൽ നിന്നും അന്യമല്ല. എങ്ങനെയാണോ വലിയ തീനാളത്തിൽ നിന്നും ചെറിയ തീനാളങ്ങൾ അന്യമല്ലാത്തത്, അതുപോലെ തന്നെ ഈ സൃഷ്ടിയിലുള്ള സർവചരാചരങ്ങളും പരമാത്മാവിൽ നിന്നും അന്യമല്ല. അതിനെയാണ് വിവർത്തവാദം എന്ന് പറയുന്നത്. പുതിയൊരു ടെർമിനോളജിയാണ്, എനിക്കറിയില്ല, പലരും കേട്ടിട്ടുണ്ടാകാം, പലർക്കും പുതുതായിരിക്കാം. പക്ഷെ ഇത് ഇവിടെ പറയാം. നമ്മൾ മുണ്ടകം പഠിച്ചപ്പോഴൊന്നും ഇത് പറഞ്ഞില്ല. ഇതേ ഉദാഹരണം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പരിഭാഷ നമ്മൾ പഠിച്ചില്ല, ഈ പദം പഠിച്ചിരുന്നില്ല. പുതിയതായിട്ട് പറയുകയാണ് എൻ്റെ ഓർമ്മയിൽ. വിവർത്തവാദം എന്ന് വെച്ചാൽ എന്താണ്? പരമാത്മാവ് എന്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ ഭഗവാന്റെ വിവർത്ത രൂപങ്ങളാണ്. എന്ന് വെച്ചാൽ എന്താ? ഭഗവാനിൽ നിന്നും അന്യമല്ലാത്ത രൂപങ്ങളാണ് സർവ്വതും. പുൽക്കൊടി മുതൽ സർവചരാചരവും പരമാത്മാവിൻ്റെ വിവർത്ത രൂപമാണ്. വിവർത്തം എന്ന് വെച്ചാൽ അന്യമല്ലാത്തത്. ഭഗവാൻ പരിണമിച്ചുണ്ടായതല്ല നമ്മളാരും, അല്ലേ? അപ്പം മാതാപിതാക്കളുടെ വിവർത്ത രൂപമാണ് നമ്മൾ, അല്ലേ? ആ ഉദാഹരണം പറയുമ്പോൾ അറിയാമായിരിക്കും. മാതാപിതാക്കൾ സൂക്ഷ്മമായി നമ്മൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു, മാതാപിതാക്കളുടെ ഉള്ളിലുണ്ടായിരുന്നു, അല്ലേ? അതിന് സമയം എത്തിയപ്പോൾ ആ ഉള്ളിലുണ്ടായിരുന്ന സൂക്ഷ്മം സ്ഥൂലമായി മാറി, വിവർത്തമായി മാറി. അപ്പോൾ എന്താണ് നാം ജനിച്ചത്, അല്ലെ? നമുക്ക് സ്ഥൂല ശരീരം ഉണ്ടായത്, നമ്മൾ ഗർഭാധാനം ചെയ്തത്. അതിനാണ് വിവർത്തം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടെ, എല്ലാം കൂടെയൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും തല പുകയും. നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം. അങ്ങനെ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞതിന് ശേഷം ഇത് സത്യമാണെന്ന് പറഞ്ഞ്, രഹസ്യമാണെന്ന് പറഞ്ഞ് അജാതശത്രുവും ഗാർഗ്യനും തമ്മിലുള്ള സംവാദം അവസാനിപ്പിച്ചു. അതിനുശേഷം പറയുകയാണ്, നമ്മളോടായിക്കൊണ്ട് പറയുകയാണ്, ഇവരെങ്ങനെയാണ് പിരിയുന്നതെന്ന്, ഈ കഥ, ഈ ആഖ്യായിക എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് ഭഗവത്പാദർ പറയുന്നത് ഇങ്ങനെയാണ്. ഗാർഗ്യന് തൻ്റെ തെറ്റ് മനസ്സിലായി. തൻ്റെ വിദ്യാഗർവം കൊണ്ടാണ് താൻ ഗുരുകുലത്തിൽ എന്തൊക്കെ പഠിച്ചോ അതിനെ യഥാർത്ഥ പഠനം സാധ്യമാകാതിരുന്നത്. അത് എന്തുകൊണ്ടാണ്? വിദ്യാഗർവം ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ഗാർഗ്യന് മനസ്സിലാകുന്നു. ഗാർഗ്യൻ തൻ്റെ തെറ്റ് അജാതശത്രുവിൻ്റെ അടുത്ത് ഏറ്റുപറയുന്നു, ക്ഷമ ചോദിക്കുന്നു. ഗുരു എനിക്ക് അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥന. അങ്ങ് എന്ത് പറഞ്ഞോ, രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ. എന്താണ്? ഒന്ന്, നീ നിൻ്റെ ഹൃദയത്തിൽ പരമാത്മാവിനെ ധ്യാനിക്കൂ എന്ന് ഒരു സാധന പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ സാധന എന്താ?
നാഡ്യാം ദ്വാസപ്തതി സഹസ്രാണി നാഡ്യാം 72,000 നാഡികളിൽ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു എന്ന സാധന ചെയ്യും. ഇതിലേതെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിനക്ക് സുഷുപ്തിയിൽ അനുഭവിക്കുന്ന അതേ ആനന്ദം ജാഗ്രതയിലും സ്വപ്നത്തിലും അനുഭവിക്കാൻ സാധിക്കും. നിന്റെ അജ്ഞാനം കൊണ്ടാണ് നിനക്കത് സാധ്യമാകാത്തത് എന്ന് പറഞ്ഞ് ഗാർഗ്യന് ഉപദേശം അവസാനിപ്പിച്ചു. ഗാർഗ്യൻ അത് തിരിച്ചറിയുന്നു, ഗുരുവിനോട് ക്ഷമ ചോദിക്കുന്നു. അല്ലേ, ഗുരു ആ അറിവിനെ ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്നുള്ള വ്രതം സത്യം ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം പറയുകയാണ്, അജാതശത്രു ഗാർഗ്യനോടോ അല്ലെങ്കിൽ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ നമ്മളോടോ പറയുകയാണ്. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കൊട്ടേഷൻ പറയുന്നത് കഠോപനിഷത്തിലെയാണ്. വേണ്ടവർ എഴുതിക്കോളൂ. കഠോപനിഷത്ത് 1.2.9 1.2.9 കഠോപനിഷത്ത് 1.2.9 അതിൽ പറയുകയാണ്, നൈഷാ തർക്കേണ മതിരാപനേയ. ആ കൊട്ടേഷൻ, ആ മന്ത്രം പറയുകയാണ്. അതായത് ഗാർഗ്യൻ അജാതശത്രുവിൻ്റെ അടുത്ത് ആദ്യം തർക്കത്തിനായിട്ട് വരികയായിരുന്നു. എനിക്ക് ഇതൊക്കെ അറിയാം, ഞാൻ ഗുരുകുലവാസം കഴിഞ്ഞ് പണ്ഡിതനായി പുറത്തിറങ്ങിയിരിക്കുകയാണ്, എനിക്ക് അങ്ങേപ്പോലെയുള്ള വലിയൊരു ശിഷ്യനെ, അല്ലേ, ഇപ്പം രാജാവിനേക്കാളും വലിയ ആൾ ഇല്ല ആ കാലഘട്ടത്തിൽ, അതുകൊണ്ട് എനിക്ക് അങ്ങേപ്പോലെയുള്ള ഒരു വലിയ ശിഷ്യനെ വേണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നത്. അപ്പം എന്താണ്, തർക്കത്തിനായിട്ട് വരികയായിരുന്നു. പിന്നെ അതുമാത്രമല്ല, വീണ്ടും വീണ്ടും തർക്കം തുടർന്നു. ശ്രദ്ധിക്കണേ, 2ാമത്തെ മന്ത്രം മുതൽ 13ാമത്തെ മന്ത്രം വരെ തർക്കമായിരുന്നു. ഞാൻ ആ ഉപാസനയാണ് ചെയ്യുന്നത്, ഇതാണ് ചെയ്യുന്നത്, അതാണ് ചെയ്യുന്നത് പറഞ്ഞ് വാദപ്രതിവാദം നമ്മൾ കണ്ടു. അപ്പം എന്നിട്ട് അവസാനം 13ാമത്തെ മന്ത്രത്തിൽ ഇനി തർക്കിക്കാനൊന്നും ഇല്ലെന്ന് കണ്ടിട്ട് അവിടെ അടിയറവ് പറയുകയാണ് ഗാർഗ്യൻ ചെയ്തത്. അതുകൊണ്ട് ഭഗവത്പാദർ നമ്മളോട് പറയുകയാണ്, നൈഷാ തർക്കേണ മതിരാപനീയ. നമ്മൾ ഒരിക്കലും തർക്കിക്കാനായിട്ട് പോകരുതേ എന്ന്. നമുക്ക് അറിയാവോ സന്തോഷം, നമ്മുടെ അറിവ് നമ്മുടെ കയ്യിൽ വെക്കുക. ആരെങ്കിലും ചോദിച്ചു വന്നാൽ, പണ്ടൊക്കെ ഗുരുകുലങ്ങളിൽ അങ്ങനെയായിരുന്നു. വിദ്യ തേടി വിദ്യാർത്ഥികൾ ഗുരുനാഥൻ്റെ അടുത്ത് പോവുമായിരുന്നു. ഇപ്പോൾ അവർക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ, സാധനകളിലൂടെ, ഉപാസനകളിലൂടെ അവരെ വളർത്തിക്കൊണ്ട് വന്നിട്ടാണ് ബ്രഹ്മവിദ്യ ഉപദേശിച്ചിരുന്നത്, അല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ തർക്കിക്കാൻ വന്നവരുടെ അടുത്ത് തർക്കിക്കാൻ പോകാറില്ല, പൊതുവെ അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ അതിന് വിഘാതമായ ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾക്ക് കാണാം. അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ, ആ സന്ദർഭത്തിൻ്റെ ആവശ്യമനുസരിച്ച് ചെയ്തതാണ്. അല്ലാണ്ട് ഇവരുടെ മഹാത്മാക്കളുടെ അറിവിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ആരും മഹാത്മാക്കൾ തർക്കത്തിന് പോയിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഗാർഗ്യനെ പോലെ ആകരുത്. നമ്മൾക്ക് വിദ്യാഗർഭം എന്നത് ഏതു നിമിഷവും പിടിപെടാം, അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിലല്ല, പ്രത്യേകിച്ച് ഇതില്ല, എല്ലായിടത്തും അകല പറഞ്ഞ ആർക്ക് വിഷമാകണ്ട, നമ്മുടെ നാട്ടിൽ കാണാം. എന്താണ്, വിദ്യാഗർവമല്ല, ഈ പാരായണ ഗർവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് പാരായണം ചെയ്യണം, എൻ്റെ കയ്യിലായിരിക്കണം മൈക്ക്, അല്ലേ. പലയിടത്തും കാണാം. ഒരു ചിരി വരും അത് കാണുമ്പോഴും, അല്ലേ. അത് ഉണ്ടാകാം. നമ്മൾക്ക് 10 ശ്ലോകം അറിഞ്ഞാൽ അത് ലോകത്തിൻ്റെ സ്തുതി, ആ ലോകേഷനെ ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പം അതുകൊണ്ടാണ് ഭഗവത്പാദർ ഇവിടെ നമ്മളോട് പറയുന്നത്. വേണേൽ ഇത് നമുക്ക് 2ാം അധ്യായം സമാപ്തം എന്ന് പറഞ്ഞ് പോകാം, അതല്ല. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളുടെ അറിവുമായി നമ്മളെക്കാളും ഉയർന്ന ആളുടെ അടുത്തോ നമ്മളെക്കാളും താഴ്ന്ന ആളുടെ അടുത്തോ സമ ആളുകൾ ഏതും ആയിക്കോട്ടെ, ഉഭയാം, അല്ലേ. അതായത് തുല്യരായവരുടെ അടുത്തോ നമ്മളെക്കാളും പണ്ഡിതരുടെ അടുത്തോ പാമരുടെ അടുത്തോ ഒന്നിനും തർക്കിക്കാനേ പോകരുത്. അത് എന്തുണ്ടാക്കും, ആ തർക്കം നമ്മളെ വിദ്യാഗർവികളാക്കി മാറ്റും. അതാണ് 1ാമത്തെ പോയിന്റ്. അടുത്തത് പറയുന്നു,
രണ്ടാമത് പറയുന്നു, എഴുതിക്കോളൂ. കഠോപനിഷത്ത് 1.2.23 1.2.23. കഠോപനിഷത്ത് 1.2.23. അത് തന്നെയുണ്ട് മുണ്ടകോപനിഷത്ത് 3.2.3. 3-ാം മുണ്ടകം 2-ാം അധ്യായം 3-ാം മന്ത്രം 3.2.3. 1.2.23 കഠം, മുണ്ടകം 3.2.3. അതും നിങ്ങൾക്ക് അറിയാമായിരിക്കും, വളരെ ഫേമസ് ആയിട്ടുള്ള മന്ത്രമാണ്. നായമാത്മാ പ്രവചനേന ലഭ്യഃ. വെറുതെ കേട്ടാൽ മതിയേ, അത്ര എളുപ്പമുള്ള മന്ത്രമാണ്. ശ്രദ്ധിക്കുക. നായമാത്മാ പ്രവചനേന ലഭ്യഃ ന മേധയാ ന ബഹുനാ ശ്രുതേന. എന്ന് വെച്ചാൽ എന്താ? പ്രവചനം കൊണ്ട്. നിങ്ങൾ എത്ര 100 അല്ല 1000 അല്ല 10,000 ശിഷ്യന്മാരുണ്ടായിട്ട് വർഷങ്ങൾ പ്രവചനം നടത്തിക്കോളൂ, ബ്രഹ്മവിദ്യ കിട്ടില്ല, മോക്ഷം കിട്ടില്ല, മറ്റു പലതും കിട്ടും. ലോക പ്രശംസ കിട്ടും, സ്തുതി കിട്ടും, അംഗീകാരം കിട്ടും, പലതും കിട്ടുമായിരിക്കും. പക്ഷേ ബ്രഹ്മവിദ്യ കിട്ടില്ല. അതാണ് ന്യായമായി ആത്മാ പ്രവചനേന ലഭ്യ ന മേധയാ. ഞാൻ വളരെ ബുദ്ധിമാനാണ്, എനിക്ക് ഒറ്റത്തവണ കേട്ടാൽ മതി, മന്ത്രങ്ങളൊക്കെ എൻ്റെ ബുദ്ധിയിൽ ഉറയ്ക്കും. അങ്ങനെയുള്ള കൂട്ടരുണ്ട്. ന മേധയാ, മേധമുണ്ട്, വളരെ ഇൻ്റലിജൻ്റ് ആണെന്നും പറഞ്ഞ് മോക്ഷം കിട്ടില്ല. ന ബഹുനാ ശ്രുതേന, അനേകം കേട്ടെന്ന്. ഞാൻ ബഹുനാ ശ്രുതേന, എനിക്ക് 100 ഗുരുക്കന്മാരുണ്ട്, ഞാൻ പലയിടത്തുനിന്നും പല ഇതും കേട്ടിട്ടുണ്ട്. അത് വേദാന്തം മാത്രമല്ല, തർക്കം അറിയാം, വ്യാകരണം അറിയാം, ജ്യോതിഷം അറിയാം, എനിക്ക് പലതും അറിയാം. ബഹുനാ ശ്രുതേന ന മോക്ഷഃ ലഭ്യഃ. ഇതൊന്നും കിട്ടില്ല. ഇതൊക്കെ എന്നുണ്ടാക്കി തരും? വിദ്യാഗർവം. പ്രവചനം വിദ്യാഗർവം ഉണ്ടാക്കി തരും, വേദ വിദ്യാഗർവം ഉണ്ടാക്കി തരും, അല്ലേ? അനേക ശ്രവണം വിദ്യാഗർവം ഉണ്ടാക്കി തരും. അതുകൊണ്ട് അതിനൊന്നും പോകരുത്. യമേ വൈശ്യവൃണുതേ തേന ലഭ്യഃ. നമ്മൾ വരിക്കേണ്ടത്, നമ്മൾ വിവാഹം ചെയ്യേണ്ടത് ബ്രഹ്മവിദ്യയെ ആകണം. വിവാഹം ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും കൂടെ ഉണ്ടാകേണ്ടത് ബ്രഹ്മവിദ്യ ആയിരിക്കണം എന്ന് പറഞ്ഞ് കഠോപനിഷത്തിലും മുണ്ടകത്തിലും അത് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത കൊട്ടേഷൻ എഴുതിക്കോളൂ. മുണ്ടകോപനിഷത്ത് 3.2.4. മുണ്ടകം 3-ാം അധ്യായം 3-ാം മുണ്ടകം 2-ാം അധ്യായം 4-ാം മന്ത്രം 3.2.4. നായമാത്മാ ബലഹീനേന ലഭ്യഃ നജ പ്രമാദാത് തപസോ ഹ്യാപ്യലിംഗാത്. അതായത് ബലഹീനന്മാർക്ക് കിട്ടൂലെന്ന്, ബലഹീനരാകരുത്. അറിയാലോ നമ്മുടെ ബലഹീനത എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക ഈ സമയത്ത്. എന്തൊക്കെയാണ് എൻ്റെ ബലഹീനതകൾ? അത് ശബ്ദമാണോ, സ്പർശമാണോ, രൂപമാണോ, രസമാണോ? ഞാനിന്നിത് രാവിലെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, പുസ്തകത്തിൽ നോക്കി ഈ നമ്പരൊക്കെ കണ്ടുപിടിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഇന്നിവിടെ ആശ്രമത്തിൽ ഇന്ന് ഒരു സ്വാമിജിയുണ്ട്, സ്വാമി കൃഷ്ണാനന്ദ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, ആരോ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാമിജി മലയാളിയാണ്. സ്വാമിജിയുടെ 84ാമത്തെ പിറന്നാളാണെന്ന്. അപ്പോൾ നമ്മൾ മലയാളികൾ ഇവിടെ 8 പേരുണ്ട്, നമ്മുടെ ആശ്രമത്തിൽ ആകെ 8 പേരേ ഉള്ളൂ. നമ്മൾ 8 പേരെ സ്വാമിജി വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭിക്ഷയ്ക്ക്. ബാക്കി ആരുമില്ല, നമ്മൾ മാത്രം. നന്നായിട്ട് പാചകം ചെയ്യും. നളനാണ് സ്വാമിജിയെ വിളിക്കുക ഇവിടെ എല്ലാവരും. എന്നുവെച്ചാൽ നളപാചകമാണ്, അത്രയും സൂപ്പറായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. സ്വാമിജി ഗംഗോരിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പം അവിടെ തീരെ ആരോഗ്യം വയ്യാഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് മാറി ആശ്രമത്തിൽ തന്നെ ഒരു മുറി കൊടുത്ത് സ്വാമിജി അവിടെ തന്നെ താമസം. ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന സാധാരണ ഭിക്ഷ കഴിക്കാൻ പറ്റൂല, ചപ്പാത്തി ഒന്നും ദഹിക്കില്ല. സ്വാമിജി എന്ത് ചെയ്യും, മട്ടയരി വേവിച്ച് കഞ്ഞിയാക്കി കുടിക്കുക, അതാണ് കഴിക്കുക. അപ്പോൾ വലിയ ഇഷ്ടമാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരെയും വിളിച്ച്
വരണം, ഒന്ന് ഭിക്ഷയുണ്ട് വരണം. അപ്പോൾ സ്വാമിജി ഭക്ഷണം ഉണ്ടാക്കും. നല്ല നല്ല ചൂട് ചോറ്, സാമ്പാർ. സ്വാമിജിയുടെ സാമ്പാറെന്ന് പറഞ്ഞാൽ ഫേമസാണ്. അവിയൽ എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ അതാണ് എന്താണ് എൻ്റെ ബലഹീനത എന്ന് ആലോചിക്കുക. രസനേന്ദ്രിയത്തിനെ നിയന്ത്രിക്കുക പ്രയാസമാണ്. സാമ്പാറും ചോറിൻ്റെയും പുറകെ പോകണോ അത് ഏകാദശി അനുഷ്ഠിക്കും. അല്ല, ഇന്ന് ഏകാദശിയല്ലേ, ഏകാദശി അനുഷ്ഠിക്കണോ എന്ന് ചിന്തിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ സന്യാസിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഈ വേഷം ഇട്ടത് ഇന്ദ്രിയ നിയന്ത്രണത്തിനാണ്. അല്ലേ? ന്യായമാത്മാ ബലഹീനേന ലഭ്യ 3.2.4. അടുത്തത് കൈവല്യ ഉപനിഷത്തിലുണ്ട്. കൈവല്യ ഉപനിഷത്ത് 3-ാം മന്ത്രം. കൈവല്യ ഉപനിഷത്ത് 3-ാമത്തെ മന്ത്രം എന്താണ്? ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഃ വരേണ നാഹം നിഹിതം ഗുഹായ വിഭ്രാജതേ തദ്യതയോ വിശന്തി വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ സന്യാസയോഗാതിദയ ശുദ്ധ സത്വാഃ. ആ മന്ത്രം അല്ലേ? കൈവല്യ ഉപനിഷത്ത് 3-ാമത്തെ മന്ത്രം. ന കർമ്മണ ന പ്രജയാ ധനേന ന ധനേന. എന്തുകൊണ്ട് ഈ മന്ത്രം ഇവിടെ വന്നു? ഈ 1000 പശുക്കളെ കിട്ടിയപ്പോഴേ ഗാർഗ്യൻ അത് മേടിച്ചു വെച്ചു. എന്നാൽ ഞാൻ ഈ വാദത്തിൽ ജയിക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് വാദിച്ച് അജാതശത്രുവിനെ ജയിക്കുവാൻ സാധിക്കുമെന്നോ ഇത്യാദി ഒരു ചിന്തയില്ല. അദ്ദേഹത്തിൻ്റെ ഗർവം, എനിക്ക് സാധിക്കും. അജാതശത്രു ആരെന്ന് പോലും അന്വേഷിച്ചില്ല, തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചില്ലേ 1-ാമത്തെ മന്ത്രത്തിൽ പശുക്കളെ മേടിച്ചു വെച്ചത്. അത് പക്ഷെ തിരിച്ചു ചോദിച്ചൊന്നുമില്ല. അത് അജാതശത്രുവിൻ്റെ മാന്യത, അത് വേറെ കാര്യം. പക്ഷെ അത് വാങ്ങിച്ചു വെച്ചു. അതാണ് നമ്മളൊരു വിദ്യ കൊടുക്കുമ്പോൾ മുൻകൂട്ടി പണം വാങ്ങരുത് എന്നാണ് ശാസ്ത്ര നിയമം. ഇഷ്ടമുള്ളവർ തരിക, അത് വേറെ കാര്യം അല്ലേ? പക്ഷെ ഇപ്പം അതാണ് കാണുന്നത് ലോകത്തിൽ. പക്ഷെ ഇവിടെ പറയുന്നു ന അമൃതത്വമാനശുഃ എന്ന് അല്ലേ? അതാണ് ഗാർഗ്യൻ ചെയ്തത്. ഇപ്പം ഇത്യാദി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കഠോപനിഷത്ത് കണ്ടു, മുണ്ടകം കണ്ടു, കൈവല്യം കണ്ടു, ഇതെല്ലാം കണ്ടു. എന്തിനു പോലെ? തർക്കത്തിന് പോകരുത്, വിദ്യാഗർവം ഉണ്ടാക്കിത്തരും, പ്രവചനം, മേധ, അനേക ശ്രവണം, നമ്മളുടെ സാധന ചതുഷ്ടയ ഇല്ലായ്മ, ഇതൊക്കെ നമ്മൾക്ക് തടസ്സമാണ് മോക്ഷത്തിന്. എന്നിട്ട് നമുക്ക് മടങ്ങി വരാം. തസ്യ ഉപനിഷത് സത്യസ്യ സത്യം ഇതി പ്രാണാവൈ സത്യം തേഷാം ഏവ സത്യം. ഈ രഹസ്യമായ കാര്യത്തിനെ നമ്മൾക്ക് ശ്രുതി മാതാവ് പറഞ്ഞു തരുന്നു. ഇതിനൊന്നും പോകരുതേ എന്ന് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു തന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇത്. ഇതി ദ്വിതീയോധ്യായഃ പ്രഥമഖണ്ഡഃ പ്രഥമബ്രാഹ്മണഃ അജാതശത്രുബ്രാഹ്മണം സമാപ്തം. അപ്പം ഇതിൽ സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു അല്ലേ? നമ്മൾ പഠിച്ചതിൽ അങ്ങനെ അജാതശത്രു തൻ്റെ ഗർവമല്ല ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രേഷ്ഠനായി മാറുകയാണ്. ബ്രഹ്മവിദ്യ അധികാരിയായി മാറുകയാണ്. അങ്ങനെ അജാതശത്രു ബ്രാഹ്മണം അവസാനിപ്പിക്കുന്നു. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഇതുമായിട്ട് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ ആർക്കും? ഈ അധ്യായത്തെ, അതായത് അജാതശത്രു ബ്രാഹ്മണത്തിന് ചൊല്ലാനൊന്നും സംശയമില്ല, വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു അല്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. ആർക്കില്ല. സന്തോഷം. അതിൻ്റെ അർത്ഥം എല്ലാവരും പഠിക്കുന്നുണ്ടെന്നാണ്. ഇനി നമുക്ക്